ഒരു ജൂനിയർ ആർക്കിടെക്റ്റ്, ഒരു പുതിയ സ്റ്റാഫാണ്. ഞങ്ങളെ കഴിയാവുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ ഉമ്മ? കാരണം ഹോൾ ഫാമിലി കിച്ചണിൽ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഒരുമിച്ച് അവർക്ക് ഇന്ന് വർക്ക് ചെയ്യാം, കഴിക്കാം, സംസാരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു കിച്ചൺ ഉണ്ടായി വന്നിട്ടുള്ളത്. കേട്ടൻ നമുക്ക് ഫുൾ ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ കിഴക്ക് സൈഡാണത്, ഈ സൈഡാണ്. ബിബിൻ സാറ് ഇത്ര ആൾക്കാരുണ്ട്. എന്താ വെച്ചിട്ട് ഇന്നത്തെ പണി? ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഡൈനിങ് സ്പേസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ശശിയായിട്ട് ഇത് നമ്മൾ നെയിൽ ചെയ്യല്ല അല്ലേ? ഇതിനെന്തായിരുന്നു പറയുക, നെയിൽ ഫ്രീയോ? നാച്ചുറൽ ലൈറ്റിങ് എത്തിക്കുക. നമ്മുടെ ഡോറ് കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഫസ്റ്റ് ഒരു ആംബിയൻസ് കിട്ടും. നമ്മുടെ ഹോം തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. നമുക്കൊരു 3 റീക്ലൈനേഴ്സും പിന്നെ ഒരു 2 സീറ്ററും ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒക്കെ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞപ്പോഴേക്കാണ് ഹൗസ് വാമിംഗ് വൈകുന്നേരത്തേക്കാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത്. ആ ശശിമേസ്ത്രി ചാടാൻ പോണു. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളിലൊക്കെ നമ്മൾ നമ്മുടെ ഹൗസ് വാമിംഗ് നടക്കുന്ന വീട്ടിലേക്ക് പോകുന്ന അത് തൊട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് തിരുവമ്പാടി ഭാഗത്ത് നമ്മുടെ എന്താ പറയുക, അടുത്ത ദിവസം ഹൗസ് വാമിംഗ് നടക്കണ നമ്മുടെ സൈറ്റിലേക്ക് നമ്മൾ പോവാണ്. ഓഫീസിൽ നിന്ന് ഇന്ന് എല്ലാവരും പോകുന്നുണ്ട്, കാരണം അടുത്തായതുകൊണ്ട് എല്ലാവരും അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഒരു സെറ്റ് പോയി. ഞങ്ങൾ പാക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ, അവിടെ എന്തൊക്കെയാണ് പണികൾ വരിക, എന്തൊക്കെയാണ് ചെയ്യുക, അതുപോലെ ഇന്ന് രാത്രി എത്ര സമയം വരെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. മോള് നമ്മുടെ കൂടെ കാറിലുണ്ട്. അപ്പോൾ നമുക്ക് എന്നാലും വിടാം. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 7 മണിയായി. അത് കഴിഞ്ഞ് കുറച്ചധികം ആളുകളും എന്താ പറയുക, ഇവിടെ വൃത്തിയാക്കുന്നതും സെറ്റ് ചെയ്യുന്ന ഒത്തിരി പരിപാടികളുണ്ടായിപ്പോയി. അപ്പോൾ നമ്മൾക്ക് ഇന്നലെ ഷൂട്ട് ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇന്നലെ ഒരു 12:30 ആകുമ്പോഴേക്കും കിടന്നുറങ്ങി. രാവിലെ കുറച്ചുകൂടെ പണികൾ, നമ്മൾ റൂമിൻ്റെ ഇൻറ്റീരിയറൊക്കെ എന്താ പറയുക, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, അതുപോലെ ചെടികൾ, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് നമുക്കുള്ളത്. ഫുള്ളൊരു വാക്ത്രൂ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കോൺടാക്സ്റ്റ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഇങ്ങനെയാണ് നമ്മുടെ ഒരു മെയിൻ റോഡ് പോകുന്നത്. കണ്ടോ, ആ മെയിൻ റോഡിൽ നിന്ന് ഇതേപോലൊരു വഴി കൂടെ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഓറിയൻറ്റേഷനൊക്കെ കണ്ടോ, നേരെ ഒരു ഈസ്റ്റ് റൈസ് അവിടെ കിട്ടുന്നത്. നമ്മുടെ കിച്ചണൊക്കെ ആ ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്കത് കണ്ടോ, ഈ രീതിയിൽ നമ്മുടെ വഴി വരുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ രീതിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നമ്മുടെ കാർപ്പറ്റ് ഗ്രാസിലേക്കൊക്കെ ഫുള്ളൊരു മിസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു വീട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആ കാണുന്ന ആ ഒരു എന്താ പറയുക, റബ്ബർ എസ്റ്റേറ്റ് ഫോർമാറ്റിലുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഒരു എൻ്റയർ സ്ഥലം നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വീട് വെക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ ഉള്ളതുകൊണ്ടും ഒത്തിരി ഇതിൻ്റെ ടോപ്പോഗ്രാഫീനെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ളൊരു തോട്ട് നമുക്കുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടോപ്പോഗ്രാഫി അങ്ങനെ തന്നെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് നേരെ അങ്ങനെയും കയറാം, അതേപോലെ തന്നെ ഇതുണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും പോവാം, ഈ രീതിയിൽ ഇങ്ങനെയും വരാം. രാവിലെ തന്നെ നമ്മൾ ആ കയറ്റം കയറിയപ്പോഴേക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് നമ്മുടെ ഒരു ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുക. നമ്മുടെ ആ റീറ്റൈനിങ് വാൾ ഈ രീതിയിൽ ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മളതുപോലെ ഇത്തരത്തിലുള്ള ഒരു പ്ലോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഡ്രൈനേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ വഴിക്ക് വെള്ളം വരും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മൊത്തം നമ്മൾ ആദ്യം ഇവിടുത്തെ ഡ്രൈനേജസിനൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള മെയിൻ ഓരോ ഡ്രൈനേജ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെയാണ് മെയിൻ വെള്ളം എല്ലാം പോകുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനൊരു ഫോർമാറ്റിലാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള വ്യൂ ഒക്കെ വരുന്നത്. ഈ രീതിയിൽ നമുക്കൊരു സ്പേസൊക്കെ ഉണ്ട്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ആക്ച്വലി അവിടെയും ഫ്രണ്ടാണ്, ഇതും ഒരു ഫ്രണ്ട് സൈഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. സൈഡിൽ വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു രീതിയിലുള്ള ഒരു ഫെൻസിങ് ഒക്കെ കൊടുത്തു ഉണ്ടോ, ഈ രീതിയിൽ ഫെൻസിങ് ഒക്കെ കൊടുത്തു. ഇവിടെ വരുമ്പോഴേക്കും ആക്ച്വലി വീടിൻ്റെ ഒരു റിയർ സൈഡ് അവിടെ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ വീടിൻ്റെ അകത്തുനിന്ന് ഈ ഒരു ലെവലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കിട്ടുന്ന രസമുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഹൈറ്റൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്.
അതായത് ഈ ഒരു രീതിയിൽ റോഡ് ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു ഹൈറ്റ് പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു ഇവിടെ കേട്ടോ. പണ്ടും ഇങ്ങനെ ഒരു കെട്ടൊക്കെ തന്നെയായിട്ടായിരുന്നു. പക്ഷെ അതിനെ നമ്മൾ നമ്മുടെ വീട് വന്നപ്പോൾ അതിനനുസരിച്ചിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ട്വീക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അകത്ത് നമ്മുടെ ഹോൾ ടീമുണ്ട്, അവരെന്തൊക്കെ പരിപാടിയാണ് ചെയ്യണമെന്നുള്ളത് പോയി നോക്കാം. അപ്പോൾ വീണ്ടും നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ രീതിയിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ ഇരിക്കുന്നു, സൂര്യനെ കുതിച്ച് വരുന്നത് കണ്ടോ, നല്ല രസമായിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്കൊരു കാർ പാർക്കിംഗ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ടീമുകളൊക്കെ ഉറക്കം എഴുന്നേറ്റ് പണി തുടങ്ങാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇന്നലെ എപ്പോഴാണ് കിടന്നത്? 12 മണിക്കോ? എപ്പോഴാണ് കിടന്നത്? 12:30 ആയില്ലേ? 2 മണിയാ. ഇന്നലെ 2 മണിയാ. ഞാൻ 12 മണിക്ക് ഉറങ്ങി. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പാലക്കാടിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ. ബീബിൻ എപ്പോഴാണ് ഉറങ്ങിയത്? അതെയാ, ശരി. അപ്പോൾ കുറേ പണികൾ ഞാൻ അറിയാത്തത് എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനു സാറ്, രേവതി മാം, ശശിയേട്ടൻ, ബിബിൻ സാറ്, ഇത്ര ആൾക്കാരുണ്ട്. എന്താ ശശിയേട്ടൻ ഇന്നത്തെ പണി? ഫിറ്റ് ചെയ്യണം. ഓക്കെ, ഞാനിതൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ നമ്മളിവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിറ്റ് ഔട്ട് പോർഷനാണിത് കണ്ടോ. ഈ ഒരു സൈഡൊക്കെ പെബിൾസും ചെറിയ പാത്വയും കാര്യങ്ങളൊക്കെ വന്നു. ഈ ഒരു സൈഡിലേക്ക് വന്നപ്പോഴേക്കും നമുക്കിങ്ങനെ ലാൻഡ്സ്കേപ്പിൻ്റെ പണികളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു എൻ്റയർ തീം എന്ന് പറയുന്നത്. ഇതുണ്ടോ, ഈ രീതിയിൽ കയറി വരുമ്പോഴേക്കും ആ ഒരു നാച്ചുറലായിട്ട് കിട്ടുന്ന കുറേ വട്ടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വട്ടമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ആ വട്ടങ്ങളുടെ പണി. അപ്പോൾ നമ്മുടെ തീമിൽ ഇതിനെ മാച്ച് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പണികളാണ് ശശിയേട്ടൻ ചെയ്യും. രണ്ടാമത്തെ ശശിയേട്ടനും ഉണ്ടോ? 2 ശശിയേട്ടന്മാരും ഉണ്ട്. അല്ല, എന്നാൽ ഇരുത്തം കഴിഞ്ഞ് തുടങ്ങല്ലേ, പണി തുടങ്ങല്ലേ? അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യണം എന്നുള്ളത് ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ശശിയേട്ടൻ ഇത് നമ്മൾ നെയിൽ ചെയ്യല്ലേ? ഇതിനെന്തായിരുന്നു പറയുക? നെയിൽ ഫ്രീയോ? ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുകയാണ് നമ്മൾ. കാരണം ഇവിടെയൊക്കെ ഇനി ഒത്തിരി സാധനങ്ങളില്ല. പിക്ചർ ഫ്രെയിമൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കാരണം ഒറ്റ നെയിലിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. മാർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ ടൈമിൽ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മുടെ സോഫ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റർ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബാൽക്കണി ഉണ്ട്. ഈ ബാൽക്കണി ആക്ച്വലി നമുക്ക് രസമുള്ള നല്ല വ്യൂ ആണ് കണ്ടോ. നമ്മുടെ ആ വഴിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് റൂമുകളിലെ കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ്. നമുക്ക് ഇവിടെ ഈ ഒരു രീതിയിൽ നമ്മുടെ സ്റ്റെയർ കേസ് ഒക്കെ പോകുന്നുണ്ട്, നമുക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഡൈനിങ് സ്പേസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഒരു ഡൈനിങ് സ്പേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വലിയൊരു ബേ വിൻഡോ എന്താ പറയുക, ഒരു വലിയ സ്പേസ്, നല്ല വെടുത്തിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കർട്ടൻ, ഇത്രയും വലിയ കർട്ടൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഓട്ടോമേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കണ്ടോ, ഈ രീതിയിൽ കർട്ടൻ നമുക്ക് ഫുൾ ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ കിഴക്ക് സൈഡാണത്, ഈസ്റ്റ് സൈഡാണ്. നല്ല രസമായിട്ട് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നല്ല രീതിയിലുള്ള വെന്റിലേഷനൊക്കെ കിട്ടും. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കണ്ടോ. ഈ രീതിയിൽ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രോപ്പർട്ടിയുടെയും സൺറൈസൊക്കെ കാണുന്നില്ലേ, ഈ രീതിയിൽ ഒരു വ്യൂ ആണ് ഇവിടെ കിട്ടുക. നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ കണ്ടോ കേർട്ടൻ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് നമ്മുടെ ഒരു പ്രെയർ ഏരിയ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു വാഷ് ഏരിയ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഞങ്ങൾക്ക് ജസ്റ്റ് കിച്ചണിൽ നമ്മൾ എങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. അതായത് കിച്ചണിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു എൻ്റയർ ഫോർമാറ്റ് എന്ന് പറയുന്നത് ക്ലയൻറ്റുമായിട്ടുള്ള ഡിസ്കഷനിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഒരു കാര്യമായിരുന്നു. അതായത് ഒരു സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോഡുലാർ കിച്ചൺ എന്ന് പറയുന്നത് ഒത്തിരി സൈസ് വെക്കരുത്, കാരണം എല്ലാം നമ്മൾ വേണ്ട ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ഒരു മോഡുലാർ കിച്ചൺ എന്നുള്ളതിലുപരി ഒരു ഫങ്ഷണൽ ഒപ്റ്റിമൈസ്ഡ് അല്ലെങ്കിൽ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് കസ്റ്റം ചെയ്ത ഒരു ഫോർമാറ്റിലാണുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ടായത്. അതുപോലെ തന്നെ ഒരു വർക്ക് സ്പേസ് പോലെ ഒരു സ്പേസ് നമുക്ക് ഈ ഒരു സ്ഥലത്തുണ്ടായി. കാരണം ഹോൾ ഫാമിലി കിച്ചണിൽ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഒരുമിച്ച് അവർക്കൊന്ന് വർക്ക് ചെയ്യാം, കഴിക്കാം, സംസാരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു കിച്ചൺ ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു കിച്ചൺ വർക്ക് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റോറേജ് ഫ്രിഡ്ജ് അതിവിടെ ഇരിക്കുന്നുണ്ട്.
തൊട്ടടുത്ത് തന്നെ സ്റ്റോർ റൂം ഒരുക്കുന്നുണ്ട്. നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനെയും കണക്ട് ചെയ്തിട്ട് ഈ സ്റ്റോറേജ് അടുത്തടുത്തിരിക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഴക്ക് സൈഡിലായിട്ട് അവിടെയായിട്ട് നമ്മുടെ സ്റ്റവും വെച്ചിട്ടുണ്ട്, അതുപോലെ സിങ്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് കിച്ചൺ വർക്ക് ട്രയാങ്കിൾ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മുടെ വർക്ക്, അതായത് ഒരു എന്താ പറയുക, നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടും ഇതൊരു കട്ടിങ് വർക്ക് കൗണ്ടറൊക്കെ ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിങ്കിലേക്ക് നമ്മൾ വന്നിട്ട് കുറച്ചൊരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള, ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചെന്നല്ലോ, ഇത്തരത്തിലുള്ള ഓപ്ഷൻസിൽ ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ ഒരു 3 ബർണർ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, അതിന് ഹോബും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇത്ര ഒരു ഓപ്പണൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റെഡി ആയിട്ട് എടുക്കുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ വെക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ മാത്രം ഓപ്പൺ ആക്കി വെച്ചത്. കാരണം കിച്ചണിനകത്ത് കുറേ ഓപ്പൺ കൗണ്ടേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം നല്ല ഭംഗിയായിട്ട് എപ്പോഴും കൊണ്ടു നടക്കുന്നത് പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കളർ തീം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് ഒരു 3 ഷെയ്ഡ്സ് ആണ്. ഒരു ലൈറ്റ് ബ്ലൂ യൂസ് ചെയ്തിട്ടുണ്ട്. ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു പെയിൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അതുപോലെ നമ്മൾ കൗണ്ടർ ടോപ്പ് നമ്മൾ സിംബോളോൻ്റെ ഒരു കൗണ്ടർ ടോപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ഭംഗിയായിട്ട് ബെവലൊക്കെ ചെയ്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ലാമിനേറ്റ്, ഒരു വുഡൻ ലാമിനേറ്റ്, ഈ 3 ഷെയ്ഡിലാണ് നമ്മുടെ കിച്ചണിൻ്റെ അല്ലെങ്കിൽ മോഡുലാർ കിച്ചൻ്റെ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വർക്ക് ഏരിയ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു സ്റ്റോറേജ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റോർ റൂമൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മുടെ വ്യൂ നേരെ നമ്മുടെ മുറ്റത്തേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്, ഇതിനൊരു ഗ്ലാസ് ഡോറൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വർക്കിംഗ് കിച്ചൺ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഇവിടെ ഫൈബറിൻ്റെ ഒരു 3 ടോപ്പ് കൗണ്ടറൊക്കെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് കണ്ടോ, നമ്മുടെ ഹോബിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സ്റ്റോറേജ് ഉണ്ട്. ഇതുണ്ടോ, ഈ രീതിയിലൊക്കെയാണ് ഇവിടുത്തെ ആക്സറീസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഷ് വാഷർ ഉണ്ട്, നമുക്ക് ഒരു ഡബിൾ ബൗളായിട്ടുള്ള ഒരു ഫ്രാങ്കിയുടെ എന്താ പറയുക സിങ്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു കിച്ചണിൻ്റെ ഏരിയയും. അത് കഴിഞ്ഞ് നമുക്ക് അവിടത്തേക്ക് ഒരു മെയ്ഡ് റൂമും ഒരു ചെറിയ സ്റ്റോറും ഒരു കോമൺ ടോയ്ലറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചണിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു ഇമേജ് അവിടെ ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണോ? അല്ല, അത് വേണോ, അത് ഫുള്ളാവണോ? അപ്പോൾ നമ്മുടെ അടുത്തൊരു റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ റൂമെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ഇത്തരത്തിലുള്ളൊരു ബേ വിൻഡോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഈ രീതിയിൽ ബേ വിൻഡോ യൂസ് ചെയ്യാം. ആ ബേ വിൻഡോയ്ക്കൊക്കെ നല്ലൊരു സൺഷെയ്ഡ് കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല ഹൈറ്റിലാണ്, കാറ്റും മഴയ്ക്കും എത്താനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും സൺഷെയ്ഡ് കൊടുത്താലും ഇതിൻ്റെ താഴത്തേക്കൊക്കെ വെള്ളം എത്തും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേ വിൻഡോ ഒക്കെ പ്രൊജക്ഷൻ കൊടുക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഇവിടുന്ന് കണ്ടോ എൻജോയ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ ബെഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്കതിലെ നാച്ചുറൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ റൂമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഇവിടെ നമുക്കിനി ബെഡ്ഷീറ്റ് ഇടുക, മൊത്തം സെറ്റാക്കുക എന്നുള്ള പണികളായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് കാണാൻ പോകുന്നത്. നമ്മുടെ ഈ വാൾ ഡെക്കോർ ഓൾമോസ്റ്റ് ചെയ്ത് ആയിട്ടുണ്ട്, കണ്ടോ, ഈ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്കിലൊരു ബ്രേക്ക് എടുക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്താ പറയുക ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് പണികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ജൂനിയർ ആർക്കിടെക്റ്റ്, ഒരു പുതിയ സ്റ്റാഫാണ്, ഞങ്ങളെ കഴിയാവുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ പുമ്മ? എടാ ഒരു ഹായ് പറയും ക്യാമറയിലേക്ക്. ഓക്കെ, എന്നാൽ എടുത്ത് വെക്കി നോക്കട്ടെ എങ്ങനെയാണ്. അവിടെയല്ലേ, വേറെ സ്ഥലത്തേക്ക് വെക്കാനാണോ? ശരി. അപ്പോൾ നമ്മുടെ ശശിയേട്ടനും ടീമും നമ്മുടെ ചെമരിലുള്ള ഡെക്കോറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഡെക്കോറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇവിടെ ഇത്തരത്തിലുള്ള കുറച്ച് എലമെന്റ്സ് നമുക്ക് റൂഫിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നാച്ചുറൽ ലൈറ്റിങ് എത്തിക്കുക, നമ്മുടെ ഡോറ് കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഫസ്റ്റ് ഒരു ആംബിയൻസ് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ആ സാധനങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ആ പാറ്റേൺ ഒക്കെ നിലത്ത് വന്ന് വീഴുന്നത് കാണാം. കണ്ടോ, ആ പാറ്റേൺ ഒക്കെ വന്ന് ഇങ്ങനെ വീഴുന്നുണ്ട്. നമ്മുടെ രേവതിയും ടീമും ഒക്കെ അതേ നമ്മുടെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മോള് കത്തിവേഷത്തിൽ വല്ലവരുടെയും ബാഗൊക്കെ തുറന്ന് ചീത്ത മേടിക്കുന്നുണ്ട്. അതാ, അപ്പോൾ നമ്മൾ ഈ ഡൈനിങ് ടേബിൾ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഈ ഏരിയയിൽ ചെടികൾ വരുന്നുണ്ടോ ഷിംന? ഈ ഏരിയയിലേക്ക് ചെടികൾ വരുന്നുണ്ടോ? അപ്പോൾ ഇവിടെയും നമുക്ക് ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ പിക്ചർ ഫ്രെയിംസും കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ പുറത്തേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ സ്ഥലത്തൊക്കെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെയിലങ്ങ് വന്നപ്പോഴേക്കും കണ്ടോ എൻ്റയർ സ്ഥലത്തിൻ്റെ മൂഡൊക്കെ അങ്ങ് മാറി നല്ല അടിപൊളിയായി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവൻറ്റുകാരൊക്കെ വന്ന് അവരുടെ സെറ്റപ്പും പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ഏരിയ നമുക്കിവിടെ താഴെ വരുന്നുണ്ടല്ലോ, ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് സൈഡിലുള്ള നമ്മുടെ RR മേസണറി വർക്കൊക്കെ. ഇങ്ങനത്തെ കുറച്ച് എലമെൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ നിന്നൊക്കെ ചെറിയ രീതിയിൽ വെള്ളം ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ വീപ്പ് ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് വരുന്ന വെള്ളം നേരെ താഴത്ത് നമ്മൾ ഇത്തരത്തിലൊരു ഡ്രൈനേജ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഡ്രൈനേജിൽ കൂടെ നമ്മുടെ മെയിൻ ഡ്രൈനേജിലേക്ക് കണക്റ്റ് ആവും. അപ്പോൾ അത് ഒരു പൈപ്പിനെ ജസ്റ്റ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ മുകൾ ഭാഗമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇവൻറ്റുകാരൊക്കെ സെറ്റിംഗ് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതിലെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നമുക്ക് ഇവിടുത്തെ സ്റ്റെയർ കേസൊക്കെ ഇറങ്ങി വരുന്ന കാര്യങ്ങൾ ഒക്കെ കണ്ടില്ലേ, നമ്മൾ RR മേസണറി. അപ്പോൾ ഇവിടെ നമുക്കൊരു ഗസ്റ്റ് റൂമും അതുപോലെ തന്നെ ഒരു ഹോം തിയേറ്ററും ഉണ്ട്. നമ്മുടെ ഗസ്റ്റ് റൂം നോക്കിക്കഴിഞ്ഞാൽ ഗസ്റ്റ് റൂം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഇനി എനിക്ക് വേണം ശശിട്ടാ ഇതോടുകൂടെ സെറ്റിംഗ് പരിപാടി കഴിഞ്ഞില്ല ഹരിത അല്ലേ? ബാക്കിയുള്ള റൂമുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവൻറ്റുകാർ അവരുടെ പരിപാടികൾ നടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കുള്ള എന്താ പറയുക, എങ്ങനെയൊക്കെയാണ് നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ഹോം തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. നമുക്കൊരു 3 റീക്ലൈനേഴ്സും പിന്നെ ഒരു 2 സീറ്ററൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു മൾട്ടിപർപ്പസ് ഫോർമാറ്റിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് ക്ലയൻറ്റിൻ്റെ മോന് വന്നിട്ട് ഒരു ചെറിയൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഹോം തിയേറ്ററിൽ ഈ ഒരു സ്പേസിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് അറേഞ്ച് ചെയ്യാം. ഇവിടെ ശരിക്കും ഒരു ബേവിൻ്റെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവിടെ അത് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു പ്ലാൻ. അത് നമ്മൾ ബാക്ക് സൈഡിലേക്ക് ചെയ്യാൻ എന്നുള്ളതായിരുന്നു. പക്ഷേ ചെയ്ത് വന്നപ്പോഴേക്കും പ്ലാനുകളൊക്കെ മാറി ഈ ഒരു രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ടുള്ള അവിടുത്തെ അറേഞ്ച്മെൻറ്റുകളൊക്കെ ഏറെക്കുറെ തീർത്തിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ എങ്ങനെ കുളിച്ച് നമ്മൾ പണിക്ക് പോയി കഴിഞ്ഞാലും വേർക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആരും രാവിലെ കുളിക്കാൻ നിന്നില്ല. ശശിയുടെ കുളിച്ചോ രാവിലെ? ശശിയുടെ കുളിച്ചു രാവിലെ. നമ്മൾ പക്ഷേ അതിന് നിന്നില്ല. നമ്മൾ ഏറെക്കുറെ പണികളൊക്കെ തീർത്തതിന് ശേഷം ഇവിടെ എവിടെയോ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഒരു ചെറിയ അരുവിയുണ്ട്. അരുവിയുടെ പേരെന്തായിരുന്നു? അരിപ്പാറ വാട്ടർഫാൾസ്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ്. സൂക്ഷിച്ചിറങ്ങണോ, അച്ഛൻ പിടിക്കണോ? ഓക്കെ, ഇതോ ഇവനൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അരിപ്പാറ വാട്ടർഫാൾസിൻ്റെ അടുത്തുള്ള ഒരു ഏതോ അരുവിയിൽ പോയിട്ട് കുളിക്കാന്നുള്ള പദ്ധതിയിലാണ്. നമ്മുടെ ടീമുകളെല്ലാം വരുന്നുണ്ട് കേട്ടോ, ടീമുകളെല്ലാം വരുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലം തോന്നുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാ ഈ ഭാഗത്ത് എവിടെയാണ് പോകുമ്പോൾ നോക്കിപ്പോ. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്ഥലം. ഇതിനകത്ത് വെള്ളമുണ്ടോ? ഓക്കെ. അപ്പോൾ ഇതിലിനി സേഫ് അല്ലാതെ ചാടിയെന്നൊന്നും ആരും പറയാൻ നിൽക്കണ്ട. ഈ സ്ഥലത്തിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയുന്ന ഒരാൾ നമ്മുടെ കൂടെ, നമ്മുടെ ക്ലയൻറ്റിൻ്റെ മകൻ നമ്മുടെ കൂടെ ഉണ്ട്. ഒത്തിരി വെള്ളമൊന്നുമില്ല, വളരെ സേഫായിട്ടുള്ള സ്ഥലമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളെല്ലാവരും പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്തിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് വെള്ളമുണ്ട്, അവിടെയാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. നല്ല അടിപൊളി കുറേ ഉരുളൻ പാറകൾ. ഇത് ഫുള്ള് നമുക്ക് ഒരു ലോറി വിളിച്ചിട്ട് കുറേ കയറ്റിങ് പോയാൽ അടുത്ത ലാൻഡ്സ്കേപ്പ് പ്രൊജക്റ്റിലേക്ക് യൂസ് ചെയ്യാൻ. ഇതുപോലെ നല്ല അടിപൊളി പാറകളാട്ടോ, വലിയൊരു പാറ. ഇങ്ങനത്തെ കുറേ പാറകളുണ്ട്. ഉമ്മ നോക്കിയിട്ടില്ലെങ്കിൽ വീഴും കേട്ടോ. ഇനി ഇങ്ങനെയാണ് നമ്മുടെ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ വന്ന് നോക്കിയപ്പോഴേക്കും ഉമ്മ വാടാ വെള്ളം കണ്ടു ഗൈസ്. അപ്പോൾ അങ്ങനെ ഗൈസ് വെള്ളം കണ്ടു, പക്ഷെ ഇറങ്ങാൻ പറ്റില്ല അല്ലേ, വേനലായതുകൊണ്ട്. കണ്ടോ ഇവിടെ ഒന്നും വെള്ളം ഇല്ല. വെള്ളം ഉണ്ട്, വെള്ളം ചെറുതായിട്ട് പോകുന്നേ ഉള്ളൂ. നമുക്ക് ഇറങ്ങാനുള്ള ഹൈറ്റ് അവിടെ ഇല്ല. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്ന്
ഈ ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഈ പറയുന്ന പോലെ വയനാട് വരുമ്പോൾ എത്തണ്ട, ഈ ഭാഗങ്ങളൊക്കെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര രസമുള്ള സ്ഥലങ്ങളാണ് ഈ ഭാഗത്തെല്ലാം ഉള്ളത്. നമ്മളിപ്പോൾ വെള്ളം തപ്പി കണ്ടോ, ഒരു വെള്ളമൊക്കെ തപ്പി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാ അവിടേക്ക് വെള്ളമൊക്കെ തപ്പി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് വീണ് കഴിഞ്ഞാൽ രസമുള്ളത്? ഓക്കെ, നല്ല രസമുണ്ട് ഇവിടെ. കറങ്ങി പോകുന്നു അല്ലേ? ഓക്കെ ഓക്കെ, ഒന്നിട്, താഴത്തേക്കിട്. കണ്ടോ കറങ്ങി കറങ്ങി വീഴുന്നു. തിരിഞ്ഞു പോണതാ. ഓക്കെ, അപ്പൊ നമുക്ക് വെള്ളം തപ്പട്ടെ. അപ്പൊ ഹൗസ് വാമിങ്ങിന്റെ തലേ ദിവസത്തെ ആഘോഷ പരിപാടികൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരാൾ കയറി നിന്നിട്ട്, ശശിയേട്ടൻ കയറി നിന്നിട്ട് ഇവിടെ പൊക്കിക്കോ. സൂക്ഷിച്ചില്ലെങ്കിൽ വീണ് പോണ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതെയോ? ഈ പാറ മൂടുന്ന രീതിയിൽ മഴക്കാലം വരുമ്പോഴേക്കും ഈ പാറ മൂടുന്ന രീതിയിൽ വെള്ളം വരും. അപ്പൊ മഴക്കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീരുമാനമാവും. നമ്മുടെ മരണ ലിസ്റ്റില് എണ്ണം കൂട്ടാം, കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ വന്നപ്പോഴേക്കും 32 ആൾക്കാർ ഇതുവരെ മരിച്ചു എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് ആരും കോൺട്രിബ്യൂട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് ബോർഡ് ഉണ്ടായിരുന്നത്. മഴക്കാലത്ത് നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്ന് അങ്ങോട്ട് കേറിയിട്ട് നമുക്ക് പിടിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ് വെള്ളം. ഈ രീതിയിലാണ് ഇവിടെ വെള്ളം വരുന്നത്. ഉമ്മനൊക്കെ അതേ പോണു. ശശിയേട്ടന്മാരുടെ കൂടെ പോവാണ്. അപ്പോ നമ്മുടെ ആഘോഷ പരിപാടികൾ തുടങ്ങുകയാണ്. അപ്പൊ നമ്മള് ഇവിടെ ഒക്കെ എൻജോയ് ചെയ്തതിനു ശേഷം പറഞ്ഞുതരാം. പെബിൾ രേവതിയൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ, ഈ രീതിയിലാണ്. അപ്പൊ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി നോക്കിയതിന് ശേഷം ഇതിന്റെ സ്ഥലത്തിനെ പറ്റിയുള്ള ഒരു റിവ്യൂ കൂടെ പറയാം അല്ലേ. അപ്പൊ ഗൈസ് അങ്ങനെ എല്ലാരും വെള്ളത്തിലിറങ്ങി. നമ്മുടെ ഒരു ശശിയേട്ടൻ മഞ്ഞിന്റെ കുട്ടീനെ പിടിക്കുകയാണ്. രേവതി മാം നീന്താൻ അറിയാത്തതുകൊണ്ട് നീന്താൻ പഠിക്കാൻ ശ്രമിക്കുന്നു. ഒരാള് ലിപ്സ്റ്റിക്ക് പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇറങ്ങാതെ നിൽക്കുന്നുണ്ട്. ഉമ്മന്റെ യോ ഒക്കെ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ശശിയേട്ടൻ അവിടെ അടിപൊളി ഒരു ക്രിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും വളരെ റിസ്ക് എടുത്ത് ഒരു കൈ കൊണ്ട് നീന്തി വരികയാണ്. നീന്താൻ പഠിക്കുന്ന നമ്മുടെ ഷിംന ആൻഡ് രേവതി വെള്ളത്തിൽ ചുണ്ടു നനയാൻ പാടില്ലാത്ത ഹരിത അവിടെ ഉണ്ട്. എല്ലാം നനയുന്ന ആദിക്കുട്ടി ഇതേ വെള്ളത്തിൽ കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഗൈസ് ശശിയേട്ടന്റെ ആർട്ട് ഫോമിന്റെ അടുത്തേക്ക് പോകട്ടോ ഉമ്മ. ഈ രീതിയിലാണ് ഗൈസ് നമ്മുടെ ഇത്. ശരിക്കും നമ്മള് ഇന്ന് വൈകുന്നേരം ഹൗസ് വാമിംഗ് ആയതുകൊണ്ട് നമുക്ക് ഈ ടൈം കിട്ടിയത്. അപ്പൊ യഥാർത്ഥത്തിൽ ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഹൗസ് വാമിംഗ് തുടങ്ങുന്നുള്ള പ്ലാനിലായിരുന്നു. നമ്മുടെ ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞപ്പോഴേക്കാണ് ഹൗസ് വാമിംഗ് വൈകുന്നേരത്തേക്കാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത്. അപ്പോൾ ആ ബാക്കിയുള്ള ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിലേക്ക് ഇറങ്ങിയത്. ടേബിള് പറക്കാനൊന്നും വന്നതല്ല ഞങ്ങൾ. ഇങ്ങനെയാണ് നമ്മുടെ ശശിയേട്ടന്റെ ക്രിയേഷൻ വന്നിട്ടുള്ളത്. അപ്പോ ഈ രീതിയിൽ ഇവിടേക്ക് ഇത്രയും പൊക്കമുള്ളൂ കേട്ടോ വെള്ളം. ഇവിടെ വെള്ളം ഇത്രയും പൊക്കമുള്ളൂ. ഇങ്ങനെയാണ്, ഇങ്ങനെ അടിപൊളി അടിച്ചിട്ട് ആ ശശിമേസ്ത്രി ചാടാൻ പോണു. അപ്പോ നമ്മള് അയ്യോ അപ്പോൾ എല്ലാവരും നമ്മുടെ വെള്ളത്തിൽ കളി എല്ലാം കഴിഞ്ഞ് നേരെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു ഹൗസ് വാമിങ് സെലിബ്രേഷൻ ആദ്യമായിട്ടാണ് അല്ലേ. കാരണം നമുക്ക് ആ ഒരു സമയത്തിൻ്റെ കൺഫ്യൂഷൻ വന്നുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഇവിടെ നല്ല രസമുള്ള ഈ സ്ഥലത്ത് നമ്മളെല്ലാവരും കൂടെ വന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ചിനി കുറച്ച് പോട്ടുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക്
അവിടെ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. എന്താ പിന്നെ സാധനം? കോഫി പൗഡർ ഒക്കെ ഉണ്ടാക്കും, ചോക്ലേറ്റ് ഉണ്ടാക്കും. ഓ, കൊക്കോ. അത് പൊളിച്ച് എങ്ങനെയാണോ ഉണ്ടാവുക? ആ, ഇത് പുറത്തുനിന്ന് കാണുമല്ലാതെ അകത്ത് പൊളിച്ച് കണ്ടിട്ടില്ല ഇതുവരെ. പിന്നെ അതെയോ? കപ്പി തിന്നാൽ മതി, കുരു അവസാനം കുടിക്കണം. എന്താ ടേസ്റ്റ്? നമ്മളെ ആത്തച്ചക്കേൻ്റെ ഒക്കെ ടേസ്റ്റ് അല്ലേ? അതല്ലേ, എനിക്ക് വേണം. ഫുൾ വ്ലോഗാണ്. പിന്നെ നന്നായിട്ട് നമ്മളെ കള്ള് ചെത്തുന്ന ചട്ടിയല്ലേ അത്? അപ്പോൾ ഒത്തിരി സാധനങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെ കേട്ട്. കൊക്കോ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി. നമ്മുടെ ആത്തച്ചക്കരൊക്കെ ടേസ്റ്റ് അല്ലേ? നമ്മുടെ ബൈജേട്ടനും ഫാമിലിയും അങ്ങനെ അവസാനം ഹൗസ് വാമിന് തൊട്ട് മുമ്പേ നമ്മളെ പറ്റിച്ചുകൊണ്ട് അതായത് നമ്മുടെ ഫ്രിഡ്ജിന്റെ കാര്യങ്ങൾ കൂടെ കാണിച്ചു തരാം കേട്ടോ. ഫ്രിഡ്ജിനകത്ത് ഐസ് തുപ്പും അല്ലേ? ഐസ്, വെള്ളം, ക്രഷ്ഡ് ഐസ്, അതല്ലേ സാധനം? അപ്പോൾ ഈ സാധനം അതിനകത്ത് വെക്കുക വേണ്ടത് അല്ലേ? ഇത് ഈ ഡോറോ? ഓക്കെ, ഇതിലേക്ക് വെച്ചാൽ മതി. ഐസ് ആവാനുള്ള സമയം കൊടുക്കണം. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഫംഗ്ഷൻ ഏറെക്കുറെ തുടങ്ങി. കാരണം പുറത്ത് ഇവന്റുകാരുടെ വന്നിട്ട് പാട്ട് പരിപാടികൾ അതൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇനി സംസാരിച്ചുകൊണ്ടുള്ള വ്ലോഗ് എത്രത്തോളം നടക്കുന്നുള്ള അറിയില്ല. മൊത്തം ആളുകളും കയറിയിട്ടുണ്ട്. നമ്മളിവിടെ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തത്, എന്തൊക്കെയാണ് ആയിട്ടുള്ളത് എന്നുള്ളത് വിഷ്വൽസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവർ നമുക്ക് കാണിച്ചു തരാം.